അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എങ്ങനെ 5ാം ക്ലാസ് ദുറൂസ് 1ാം ഭാഗം എങ്ങനെ നമ്മൾ പെട്ടെന്ന് റിവിഷൻ ചെയ്യും? ഒരു ദിവസം 5 പാഠം എങ്ങനെ പെട്ടെന്ന് വളരെ കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ റിവിഷൻ ചെയ്ത് പഠിക്കാം? ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയെന്ന് അടയാളപ്പെടുത്തി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളിൽ ഫോക്കസ് ചെയ്ത് എങ്ങനെ പഠിക്കാം? ഇൻഷാ അല്ലാഹ് ഇന്ന് ദുറൂസ് 1ാം ഭാഗം 5 ചാപ്റ്റർ വളരെ കുറഞ്ഞ മിനിറ്റുകളെ കൊണ്ട് പോയിന്റ് മാത്രം പഠിപ്പിക്കുന്ന രീതിയാണ്. ഇന്ന് ആർക്കും സമയമില്ല. കുട്ടികൾക്ക് സ്കൂളിലും ഒക്കെ പഠിക്കാൻ ധാരാളം 2 പരീക്ഷകളും ഒരുമിച്ച് വരുന്ന ഒരവസരത്തിൽ എങ്ങനെ എളുപ്പത്തിൽ റിവിഷൻ ചെയ്ത് ഉന്നത മാർക്ക് വാങ്ങാം എന്നതാണ് എൻ്റെ വിഷയം. ഓക്കെ, 1ാമത്തെ പാഠം യാ ഹയ്യു യാ ഖയ്യൂം. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് 1, ഒരു നിരീശ്വരവാദിയോട് തർക്കിച്ച് പരാജയപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു നിരീശ്വരവാദിയോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ എന്ന്. കാരണം ബുദ്ധി, നിരീശ്വരവാദി പറയുന്നത് കാണാൻ പറ്റാത്ത ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോ അള്ളാഹുവിനെ കാണുന്നുണ്ടോ? ഇല്ല. നാം കാണാത്ത ഒരാൾ ഇല്ല എന്നാണ് നിരീശ്വരവാദി, അതോ ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരാളെ വാദം. അയാളെ ഒരൊറ്റ ചോദ്യത്തിലൂടെ തള്ളിയിടുന്നു, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? കാരണം ബുദ്ധിയെ ആരും കാണുന്നില്ലല്ലോ. കാണാൻ പറ്റാത്ത ഒന്ന് ഇല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയില്ല, വിവരമില്ല, നിങ്ങളോട് ഇനി സംസാരിക്കണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ കൊടുക്കുന്നത്. നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് വരാം. 2ാമത് ഈ പോയിന്റിൽ പറയുന്നത്, ഇപ്പൊ കാണാൻ പറ്റാത്ത വസ്തു ഉണ്ട്, അതിൽ വിശ്വസിക്കണമെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഈ പാഠത്തിൽ പറയുന്നു, കാണാൻ പറ്റാത്ത വസ്തുക്കളെ മനസ്സിലാക്കുന്നത് ചില അടയാളങ്ങളിലൂടെ. കരണ്ട്, ഉദാഹരണം കരണ്ട്, നമ്മളാരും വീട്ടിൽ ആ കരണ്ട് നമ്മൾ ഇതുവരെ ആരും കണ്ടില്ല. ഫാൻ കറങ്ങുമ്പോൾ മനസ്സിലാക്കും കരണ്ട് ഉണ്ട് എന്ന്, അല്ലേ? അപ്പൊ കരണ്ട് ഉണ്ട് എന്നറിയുന്നത് അടയാളങ്ങളിലൂടെയാണ്. എന്നതുപോലെ കാണാൻ പറ്റാത്ത പലതുണ്ട്. അപ്പൊ അള്ളാഹു ആണ് കാണാൻ പറ്റാത്ത ഒരു അള്ളാഹു എന്ന് പറയുന്നത് കാണാൻ പറ്റാത്ത ഒന്നാണ്. ആ അള്ളാഹുവിനെ അറിയുന്നത് അള്ളാഹുവിന്റെ അടയാളങ്ങളിലൂടെയാണ്. അള്ളാഹുവിന്റെ അടയാളം ഏതാ? അത് ഈ ഭൂമിയും ആകാശവും അതിലുള്ള മുഴുവൻ വസ്തുവും അതിനൊരു ക്രിയേറ്റർ, അതൊരു സൃഷ്ടാവുണ്ട് എന്നതിനെ അറിയിക്കുന്നു. അതാണ് അള്ളാഹുവിന്റെ അടയാളം എന്ന് പറഞ്ഞിട്ട് ഇതില് ഈ അള്ളാഹു ഉണ്ട്, അങ്ങനെ ഒരു സൃഷ്ടാവുണ്ട്, ഒരു വലിയൊരു ശക്തിയുണ്ട്, ഒരു ശക്തിയുണ്ട് എന്ന് പറയുമ്പോൾ ആ ശക്തിയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആരാണ്? അത് നബിമാരാണ്. എത്ര നബിമാർ? 1,24,000 പ്രവാചകന്മാർ. അതിൽപ്പെട്ടവരാണ് നമ്മുടെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബിക്ക് മുഅ്ജിസത്ത് കൊടുത്തു. അത് നബിയാണെന്ന് ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു മുഅ്ജിസത്താണ് എന്ത്? മഴ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർ ആഴ്ചകളോളം ദിവസങ്ങളോളം മഴ കിട്ടാതിരുന്നപ്പോൾ നബിതങ്ങളോട് ഒന്ന് പരാതി പറഞ്ഞ സമയത്ത് നബിതങ്ങൾ ദുആ ചെയ്തു, മഴ കിട്ടിയ ഒരു സംഭവം. ഇങ്ങനെ ഒട്ടനവധി മുഅ്ജിസത്തുകൾ നബിതങ്ങൾക്കുണ്ട്. ഇങ്ങനെ ഈ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നു. പോയിന്റുകളൊക്കെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, നിങ്ങൾക്കിത് നോക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. എന്താണ് ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അപ്പൊ മുഅ്മിൻ എന്ന് പറയുന്നത് ആരാണ്? അത് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് പറയുന്നവനാണ്, അത് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ എന്ന് പറയാൻ പറ്റൂ. മറ്റൊരു പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ, വിശദീകരിക്കുന്നില്ല. അതങ്ങനെ തന്നെ കാണാതെ പഠിക്കുക. 70-ൽ പരം ശാഖകൾ ഉണ്ടെന്ന് ഈമാൻ. എത്ര ശാഖകളുണ്ട്? 70-ൽ പരം. അതിൽ ഏറ്റവും ടോപ്പിലുള്ളത്, 1ാം സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളതോ നമ്മൾ മദ്രസയിലോ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വഴിയിൽ കാണുന്ന തടസ്സങ്ങൾ അത് നീക്കലാണ്. അഫ്ദൽ ഈമാനി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും വലിയ ഈമാൻ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി നമുക്ക് 2ാമത്തെ പാഠത്തിലേക്ക് പോകാം. നിങ്ങൾ നോട്ട് ചെയ്യുക, പെട്ടെന്ന് പറഞ്ഞു പോകും. 2ാമത്തെ പാഠത്തിൽ ഇബ്രാഹിം അദ്ഹമിന്റെ ഒരു കഥ പറയുന്നുണ്ട്. കഥ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു തോട്ടത്തിലെ കാവൽക്കാരനായി രാജാവായിരുന്ന, ബൽഹിലെ രാജാവായിരുന്ന ഇബ്രാഹിം അദ്ഹം ഒരു ദിവസം എല്ലാം ത്യജിച്ചുകൊണ്ട് സുഹൃത്ത് അള്ളാഹുവിലേക്കുള്ള യാത്ര ആരംഭിച്ച് ഒരു തോട്ടത്തിൽ ജോലി ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു അടിമ സ്ത്രീ വന്ന്, അല്ലെങ്കിൽ ഒരു സ്ത്രീ വിശന്നുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, മക്കള് മരിക്കാനാവും. ആ സമയത്ത് പറഞ്ഞത്, ഞാൻ എൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചിട്ട് തരാം. അപ്പൊ പറഞ്ഞു, ഉടമസ്ഥനോട് ചോദിക്കാൻ നിന്നാൽ ഞങ്ങൾ അതിനു മുമ്പ് മരണപ്പെട്ടു പോകും. എന്നാലൊക്കെ ഇവിടെ നിന്ന് ഈ മുന്തിരി പറിച്ചോളൂ. എന്നിട്ട് അന്ന് ഉടമസ്ഥനോട് കൂലി വാങ്ങാൻ പോയ സമയത്ത് എനിക്ക് കൂലി കുറച്ച് തന്നാൽ മതി, കാരണം ഇന്ന് എൻ്റെ തോട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്.
ആ മുന്തിരിക്കുലയുടെ ക്യാഷ് കുറച്ചിട്ട് എനിക്ക് ശമ്പളം തന്നാൽ മതി. സൂക്ഷ്മതയാണ് വർത്തമാന കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജോലിയിലെ സമ്പത്തിലെ സൂക്ഷ്മത കുറവ് അതിലേക്ക് സൂചിപ്പിക്കുന്ന പാഠം. നല്ല ഒരു പാഠം. സാമ്പത്തികമായി സമ്പത്ത് നേടാനുള്ള മാർഗങ്ങളുണ്ട്. കൃഷി, കച്ചവടം, വിവിധ ജോലികൾ, അതൊക്കെ ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാൻ പറ്റുന്നതാണ്. അതേസമയം മോശപ്പെട്ട രീതിയിൽ കള്ളുവിറ്റ്, പലിശ ചെയ്ത്, ചൂതാട്ടം നടത്തി, പലിശ വെച്ച്, ബാങ്കിൽ പണയം വെച്ച്, അങ്ങനെ ബിസിനസ് ചെയ്ത് കച്ചവടത്തിലൂടെ മോശപ്പെട്ട മാർഗത്തിൽ പണം സമ്പാദിക്കുന്നവരുണ്ട്. അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പൊങ്ങച്ചത്തിന് വേണ്ടി ചെലവഴിക്കുക, ഇതൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഒരു തൊഴിലാളി ഉത്തരവാദിത്വത്തോടുകൂടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമേ അയാളുടെ ശമ്പളം അനുവദനീയമാകൂ. ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിയാൽ അത് അനുവദനീയമല്ല. അതുപോലെ ഓണർ, തൊഴിലുടമ തൊഴിലാളികളോട്, ലേബേഴ്സിനോട് കരുണയോടെ മാന്യമായി പെരുമാറണം. ഇത് ഇസ്ലാം നിഷ്കർഷിക്കുകയാണ്. പലിശ, ലോട്ടറി പോലെയുള്ള എല്ലാം ഇസ്ലാം മോശപ്പെട്ട കാര്യങ്ങളൊക്കെ വിലക്കിയിട്ടുണ്ട്. ഈ പാഠത്തിൽ സാമ്പത്തികമായി മനുഷ്യൻ ശുദ്ധി വരുത്തണമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതുകൊണ്ട് സ്വതക്ക, നല്ല കാര്യങ്ങളിൽ സ്വതക്ക ചെയ്യുക. അതൊരിക്കലും നമ്മുടെ സമ്പത്ത് കുറക്കുകയില്ല. മിൻമാൽ, ദാനധർമ്മം സമ്പത്തിനെ ചുരുക്കുകയില്ല. മൂന്നാമത്തെ പാഠം ദൗലത്ത് റസൂൽ. ഈ പാഠം വളരെ എളുപ്പമുള്ള ഒരു പാഠമാണ്. വളരെ ചുരുക്കി പറയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാം വയസ്സിൽ നബിയായി നുബുവത്ത് ലഭിച്ചു. ആദ്യം ഖദീജ ബീവി, പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ, സെയ്ദ് ബിൻ ഹാരിസ തുടങ്ങിയവർ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചു. പ്രബോധനം രഹസ്യ പ്രബോധനം 3 വർഷത്തോളം ആരംഭിച്ചു. പിന്നീട് 53-ാം വയസ്സിൽ മദീനയിൽ പോയി അവിടെ ഒരു പട്ടണമുണ്ടാക്കി, ഒരു പള്ളി, മസ്ജിദ് നബവി കേന്ദ്രീകൃതമായി അവിടെ മദീനയിൽ ഒരു ഭരണം കൊണ്ടുവന്നു. അവിടെ എല്ലാ വിഭാഗ ജനങ്ങളോട് നല്ല രൂപത്തിൽ അവിടെ ഒരു കരാർ ചെയ്ത്, മദീന കരാർ ചെയ്ത് എല്ലാ വിഭാഗങ്ങളും ഐക്യത്തിൽ ജീവിക്കണമെന്ന് അവിടുന്ന് കരാറുണ്ടാക്കി. അതോടുകൂടെ മദീനയിൽ ഇസ്ലാമിക രാജ്യം നിലതുടർന്നു. ഘട്ടം ഘട്ടമായി പരിശുദ്ധമായ മക്ക, ഹിജറയുടെ 8-ാം വർഷം പരിശുദ്ധമായ മക്ക ഇസ്ലാമിന്റെ നേതൃത്വത്തിലായി. അതോടുകൂടി ഒരുപാട് മക്കയും മദീനയും ഇസ്ലാമിന്റെ കീഴിൽ വന്നു. അങ്ങനെ പിന്നീട് ഇസ്ലാം ഒരുപാട് രാജാക്കന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തയച്ചു. ഇസ്ലാം നീതിയിലും ധർമ്മത്തിലും മാനവികതയിലും അധിഷ്ഠിതമായി ഇസ്ലാം ഇവിടെ പടർന്നു പന്തലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം തങ്ങളുടെ ജീവിതം മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ഖുലഫാഉർ റാഷിദൂൻ. 4 പേരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു. 4 പേരും ഖുറൈശികളാണ്. സ്വർഗത്തിൽ കടക്കുമെന്ന് സന്തോഷവാർത്ത അറിയിച്ച പ്രമുഖരാണ്. ഇവരെല്ലാം വെറും ഒരു നേതാവ് മാത്രമല്ല, തഖ്വയിലും നീതിയിലും ലളിത ജീവിതം, വിനയം, ജനസേവനം മുതലായ മാർഗങ്ങളിൽ ലോകത്തിന് മാതൃക നൽകിയവരാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെയും എന്റെ ചര്യയെയും എന്റെ ശേഷം വരുന്ന പ്രത്യേക മാർഗദർശനം ലഭിച്ച ഖുലഫാഉർ റാഷിദുകളായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹുയുടെ ഈ 4 പേരുടെ ചര്യ മുറുകെ പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അൽ മദീനത്തുൽ മുനവ്വറ, മദീനയാകുന്നത് ആസിമത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തലസ്ഥാനമാണ്. വെട്ടിക്കോളങ്ങളൊക്കെ ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് വരാം. ഇനി 4-ാമത്തെ പാഠം ഒരു അറബി പാഠമാണ്. ഇതിൽ നിങ്ങൾ വരട്ട ഭാഗം മാത്രം ശ്രദ്ധിക്കുക. ഒരീതു മുഖാബലത്തൊക്കെ അത് ഞാൻ ഇന്ന നാളെ കാണാൻ ഉദ്ദേശിക്കുന്നു. അന മഷ്ഗൂലൻ ആദൽ ഉസ്ബു, ഈ ആഴ്ച ഫുള്ള് ബിസിയാണ്. മക്തബ്, ഞാൻ മക്തബിലേക്ക്, ഓഫീസിലേക്ക് പോകണം. യോമുൽ അഹദ് സൺഡേ, ഇസ്നൈനി തിങ്കൾ, സുലസായ് ബുധൻ, അർബിയ വ്യായം, അൽ ഖമീസ് അല്ലേ, ഖമീസ് വ്യായം, അർബിയ ബുധൻ, സുലസായ് ചൊവ്വ, ഇസ്നൈനി തിങ്കൾ, യോമുൽ അഹദ് ഞായർ. വെള്ളിയാഴ്ചയാണ് ഒഴിവുള്ളത്. യോമുൽ ഉച്ല എന്ന് പറഞ്ഞാൽ ഒഴിവുള്ള ദിവസം. അന്ന് അൽ ഇസ്തിറാഹത്ത് മഅൽ ആയില, അന്ന് കുടുംബത്തോടു കൂടെ റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ്. ഇത്രയാണ് ഈ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ടത്. അന മഷ്ഗൂലൻ ജിദ്ദ, ഞാൻ ഐ ആം വെരി ബിസി എന്നാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി 5-ാമത്തെ പാഠം ശ്രദ്ധിക്കുക. 2 പ്രസിഡന്റുമാരുണ്ടായാൽ ഒരു നാട്ടിൽ അല്ലേ, നമ്മൾ പറയാറുണ്ട്, ഒരു കാട്ടിൽ 2 സിംഹം ഉണ്ടായാൽ എന്ത് ചെയ്യും, ഇവിടെ അടിപിടിയായിരിക്കും അല്ലേ എന്ന് പറയുന്നത് പോലെ 2 അള്ളുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. അതാണ് ഈ പാഠത്തിന്റെ ആകെ സാരം. ഒരാൾ മഴ പെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ മറ്റൊരാൾ വേണ്ട, അങ്ങനെ ഇവിടെ എന്തെങ്കിലും നടക്കുമോ? അപ്പൊ അതുകൊണ്ട് 2 ഇലാഹ് എന്നുള്ളത് സങ്കല്പിക്കാൻ സാധ്യമല്ല. ഒരു ഇലാഹേ ഉള്ളൂ, അവൻ ഏകനാണ്. അതാണ് നമ്മുടെ തിയറി. അപ്പൊ അള്ളാഹു തആലാക്ക് 20 സിഫത്തുണ്ട്. ഒരു ദൈവം, ഒരു അള്ളയാവണമെങ്കിൽ 20 കാര്യങ്ങൾ ആ അള്ളാഹുവിൽ നിർബന്ധമാണ്. 20 കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒന്ന് ദൈവമാവൂല. പിന്നെ ജായിസ് ഉണ്ടാവാനും പറ്റും, ഇല്ലാതിരിക്കാനും പറ്റും. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അത് ഒന്നാണ് നമുക്ക് പരിചയപ്പെടാം.
അപ്പോൾ ഞാനിത് എല്ലാം കൂടി പറയുന്നില്ല. നിർബന്ധമായും ഉണ്ടാവേണ്ട 5 കാര്യങ്ങൾ പിന്നീട് നിങ്ങളത് വിശദമായി നോക്കുക. ഒന്ന്, ഉള്ളവനായിരിക്കണം. ഒരു കാര്യം എടുക്കുക, ഉള്ളവനെ ദൈവമാപിച്ചു എന്നും ഉണ്ടാവണം. അപ്പൊ നമ്മളെടുക്കുക ബാക്കിയുള്ള ഹിന്ദുക്കളെ ദൈവങ്ങൾ ഇന്ന് കുറെ ഇല്ല, മരിച്ചുപോയി. അപ്പൊ ഉള്ളവനാവൽ നിർബന്ധ. ദൈവമാവണമെങ്കിൽ എന്നും ഉള്ളവനായിരിക്കണം. അങ്ങനത്തെ ഒരു വസ്തുവെ ദൈവമെന്ന് പറയാൻ പറ്റൂ? അങ്ങനത്തെ ഒന്നിനെ ദൈവമെന്ന് അള്ളാഹ് എന്ന് പറയാൻ പറ്റും? അപ്പൊ ഈ ലോകത്തിലെ ബാക്കിയുള്ള മുഴുവൻ ദൈവങ്ങളും ഇന്നില്ല, അതുകൊണ്ട് ദൈവമെന്നതിന് പറയാൻ പറ്റൂല. ഒന്നാമത്തതിൽ നിന്ന് തന്നെ നമ്മൾ അള്ളാഹു വുജൂദ് ഉള്ളവനായിരിക്കും. ഇനി അൽക്കിതം ഉണ്ടാവലിന് തുടക്കമില്ല, അള്ളാഹ് എന്നുണ്ടായിരുന്നില്ല, എല്ലാത്തിനും ആദ്യം അള്ളാഹ് ആദ്യമേ ഉണ്ട്. അൽ ബഖാ ഇനി അവസാനമല്ല, അള്ളാഹു താല മരണമല്ല. എന്നാലോ മുഖാലഫത്തുൽ ഹവാദിസ് മുഴുവൻ സൃഷ്ടികളോടും എതിരാണ്. അൽ ഖിയാമു ബിൻ നഫ്സ് സ്വയം നിലനിൽക്കുന്നവനാണ്. നിരാശ്രയത്വം, മറ്റുള്ളവരുടെ ആശ്രയം വേണ്ട. എനിക്കും നിങ്ങൾക്കും ഒരു വിരൽ അനക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ആവശ്യമുണ്ട്. അൽ വഹദാനിയത്വം, ഏകത്വം. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവാൻ പാടില്ലാത്തത് ഇല്ലാതിരിക്കുക എന്നത് അള്ളാഹുവിന് പാടില്ല. അത് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയാം. പുതിയതായ ഒരാൾ, ഇന്നലെ ജനിച്ച ഒരാൾ ദൈവാൻ പറ്റൂല. കാരണം പുതിയതായ ഒരാൾ ദൈവാൻ പറ്റുമെങ്കിൽ എല്ലാ പുതിയതും ദൈവാവേണ്ടി വരും. അപ്പൊ അത് പറ്റൂല. അൽ ഫനാവ് നശിച്ചു പോകുന്ന ഒരാൾ ദൈവാൻ പറ്റൂല. കാരണം എല്ലാവരും മനുഷ്യനൊക്കെ മരിച്ചു പോകും. അപ്പൊ എല്ലാ മനുഷ്യരും ദൈവാവേണ്ടി വരും. അപ്പൊ അതൊക്കെ മുസ്തഹീലായ സിഫത്താണ്. 20ഓളം സിഫത്തുകൾ ആ പെട്ടിക്കോളത്തിലുള്ളത് നിങ്ങൾ വായിക്കുക. ഒന്ന് പഠിച്ചാൽ മറ്റതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പുറത്തുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തും. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കും. ഉണ്ടാകാവുന്ന കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലും അള്ളാഹു താലക്ക് ജായിദായ സിഫത്താണ്. ഉണ്ടാക്കാവുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരു മഴ പെയ്യിപ്പിക്കൽ, അത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വേണമെങ്കിൽ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കാം, വേണ്ടെങ്കിൽ പെയ്യിപ്പിക്കേണ്ടതില്ല. എന്നെയും നിങ്ങളൊക്കെ വേണമെങ്കിൽ അള്ളാഹ്ക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കാവുന്ന ഈ ലോകത്തുള്ള ഏതൊരു കാര്യം അത് വേണമെങ്കിൽ ചെയ്യാനും പറ്റും, ചെയ്യാതിരിക്കാനും പറ്റും. അത് അള്ളാഹ്ക്ക് ജായിസാണ്. ഇത്രയുമാണ് 5 യൂണിറ്റ് വളരെ കുറഞ്ഞ നേരം കൊണ്ട് നമ്മളിത് ചർച്ച ചെയ്തു. ഇങ്ങനെയാണ് റിവിഷൻ പഠിക്കേണ്ടത്. കുറഞ്ഞ സമയത്തിൽ റിവിഷൻ പഠിക്കാൻ താല്പര്യമുള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ കോച്ചിങ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് പൊതുപരീക്ഷൻ്റെ. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.